ഹലോ ഹൈ നഴ്സേഴ്സ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് നഴ്സസ് ഇൻ മാൾട്ടയാണ്. അപ്പം എല്ലാവർക്കും അറിയാം UK, അയർലൻഡ്, ന്യൂസിലൻഡിലേക്ക് നഴ്സസിൻ്റെ ഇൻടേക്ക് കുറയുവാണ്. അപ്പം എല്ലാവരും മിക്ക നഴ്സസും ട്രൈ ചെയ്യുന്നത് മാൾട്ടയിലോട്ട് എൻ്റർ ചെയ്യാനാണ്. അത് അവർ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ആസ് എ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റും വരുന്നുണ്ട്, ആസ് എ സ്റ്റുഡൻറ്റും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം UET IELT സ്കോറുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ബ്രിഡ്ജിങ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മാൾട്ടയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെന്നാണ് മിക്കവരുടെ ആഗ്രഹം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ബ്രിഡ്ജിങ് ചെയ്യാൻ നമുക്ക് സീറ്റിന് വേണ്ടി ഭയങ്കരമായിട്ടിരുന്ന് വെയിറ്റ് ചെയ്യണം. മാസങ്ങളാണ് പോകുന്നത്. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര മാസം എടുക്കുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം മാൾട്ട. എൻ്റെ സൈഡിൽ നിന്ന് ഒരു സജഷൻ തരാനുണ്ട്. നമ്മൾ OET IELTS എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ VFSൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന മുന്നേ നമ്മൾ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്നാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ. അതല്ലാണ്ട് നമ്മൾ ഒരു വർഷം എഴുതി വെയിറ്റ് ചെയ്ത് 6 മാസം പ്രോസസ്സിങ്, 7 മാസം പ്രോസസ്സിങ് കഴിഞ്ഞ് ബാക്കി നമ്മുടെ കയ്യിൽ വരുന്ന ഒരു 4-5 മാസമായിരിക്കും. ആ 4-5 മാസത്തിൽ നമുക്കിവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ OET എക്സ്പയർ ആയിപ്പോവും. അപ്പോൾ ഈ OET എക്സ്പയർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രീഡിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ പാസ്പോർട്ട് VFSന് സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് ഒന്ന് പ്രിപ്പയറായി എക്സാം അറ്റൻഡ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് VFSൽ ഡേറ്റ് എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇത്ര നാൾ വെയിറ്റ് ചെയ്താലും 5-6 മാസം നമ്മൾ വെയിറ്റ് ചെയ്താലും നമ്മുടെ OETയുടെ വാലിഡിറ്റി പോകുന്നില്ല. പിന്നെയും നമ്മളൊരു IELTSോ OETയോ എഴുതേണ്ട ആവശ്യമില്ല. അതല്ലാണ്ട് നമ്മൾ OET IELTS ഇല്ലാണ്ട് തന്നെ കെയറായിട്ട് വരുവാണെങ്കിൽ നമ്മളൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞ് IELTSോ OETയോ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഇവിടെ മാൾട്ടയിൽ IELTS എഴുതാനുള്ള ഒരു ഓപ്ഷനുണ്ട്. IELTS നമുക്ക് എഴുതാം. അതല്ല OETക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇറ്റലിയിൽ പോയി പരീക്ഷ എഴുതേണ്ടി വരും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അതല്ല, ഇവിടെ വന്നിട്ട് ടെൻഷൻ എടുത്ത് പഠിക്കാൻ വയ്യ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത് VFSൻ്റെ മുമ്പ് തന്നെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം എല്ലാവർക്കും ഡൗട്ടുള്ളതാണ്, ബ്രിഡ്ജിങ് തീരുന്ന വരെ OETക്ക് സ്കോർ വേണമെന്നാണ്. ബ്രിഡ്ജിങ് തീരുന്ന വരെ നമുക്ക് OETയോ IELTSൻ്റെ സ്കോർ വേണ്ട. നമ്മുടെ ഇവിടുത്തെ കൗൺസിൽ രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.